ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. മെയ് 21 മോഹൻലാൽ സാറിന്റെ ബർത്ത്ഡേ ആണ്. അന്ന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് ദൃശ്യം 3. ജിത്തു ജോസഫാണ് സംവിധായകൻ. അപ്പോൾ അതിലൊരു പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുമോ എന്നാണ് സോങ് ടൈറ്റിൽ. അപ്പോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. വാ, യൂസ് ഹെഡ്ഫോൺസ്. പെൻ സ്റ്റുഡിയോസ്, പനോരമ സ്റ്റുഡിയോസ്, ആശീർവാദ് സിനിമാസ്. പഴയ വീടാണോ? ഇമോഷണൽ സോങ് ആണ് കേട്ടോ. കിളിക്കൂടെന്ന് വെച്ചപ്പോ ഫാമിലിയെ കാണിച്ചിട്ടുണ്ട്. വിനായക് ശശികുമാറാണ് ലിറിക് റൈറ്റർ. കണ്ണാടി വെച്ചിരിക്കുന്ന കൊള്ളാല്ലേ? ഇത് ട്രെയിലറിലുള്ളത്. ഇങ്ങനെ ഒരു ബേസിൽ വെച്ച് ഇങ്ങനെയാണ് വരാം. ഇതുപോലെ തന്നെ ദൃശ്യത്തിലൊരു പാട്ടുണ്ട്, നിഴലി. അങ്ങനെ ഒരു പാട്ടിന്റെ സോങ് ടൈറ്റിൽ അതാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. നിഴലി അങ്ങനെ എന്തോണ് ആ പാട്ട്, നിങ്ങൾക്ക് അറിയാം, അങ്ങനെ ഒന്ന് കമന്റ് ചെയ്തേ കേട്ടാ. ബിറ്റ്വീൻ ലിറിക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു സ്ലോ ഇമോഷണൽ സോങ് ആണ്. മിക്കവാറും ഇത് എപ്പോൾ വരുവാന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ സിനിമയിലൊരു ഇമോഷണൽ സോങ്സ് വരുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. മിക്കവാറും അല്ല പിടിച്ചോണ്ട് പോകുമ്പോഴോ കൊന്നിട്ട് കൊല്ലുമല്ലോ എന്നൊക്കെ കണ്ടില്ല അറിയണം ഈ സിനിമയിൽ. ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ പറയുകയാണെങ്കിലൊക്കെ നടക്കാനാണല്ലോ സാധ്യതകളൊക്കെ കൂടുതൽ. ആൻഡ് പാട്ട് ഇതുവരെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു സ്ലോ പാട്ട് തന്നെയാണ്. ഇനി വരുമോ എന്നുള്ളൊരു പാട്ട്. ലാലേട്ടനെ നന്നായിട്ട് അത് കാണിക്കുന്നുണ്ട്. കണ്ണാടി ചൊറോളുണ്ടായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിൽ ജോൺസൺ. ബാൻഡിലുള്ള ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. ലിറിക്സ് വിനായക് ശശികുമാർ. സിംഗർ യുഗിൻ പിങ്കിൻ. അതുപോലെ ഈ ഒരു ടിസ്റ്റിന് മീനവല്ലോ തീരുമായിരിക്കോ കണ്ടറിയാം. ലാലേട്ടനോ ശരി കാണുമ്പോ തന്നെ ഒരു എന്തോ സത്യം സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. ലാലേട്ടന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് തിയേറ്ററിലെ കണ്ണ് നിറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദൃശ്യം 2 ക്ലൈമാക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ലിറിക് റൈറ്ററാണ് മലയാളത്തിലുള്ളത് വിനായക് ശശികുമാർ. അതിപ്പോൾ ആട്ടം പാട്ടാവട്ടെ, ഇമോഷണൽ പാട്ടാവട്ടെ, ലവ് പാവട്ടെ, എല്ലാ പാട്ടിലും നല്ല രീതിക്ക് ഒരു ലിറിക് എഴുതുന്ന ഒരാളാണ് വിനായക് ശശികുമാർ. ട്രെൻഡിങ് തരുന്ന ഒരു റൈറ്ററോടാണ് വിനായക് ശശികുമാർ. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു ട്രോളുകൾ വന്നിട്ടുള്ളായിരുന്നു. കാട്ടാളൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നു, മല്ലിക. അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടിൽ പുള്ളിയാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആ പാട്ടിൽ മലയാള ലിറിക്സിൽ എന്തോ ആ ഒരു വൈബ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ലായിരുന്നു. ബട്ട് ഇത് ഒരു ഇമോഷണൽ സോങ് ആണ്. അത് ആ ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ലിറിക്സ് ആണ്, സിനിമയുടെ ആ ഒരു സിറ്റുവേഷനെ ഒരു ആസ്പദമാക്കിയുള്ള ലിറിക്സിനെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആകാശം ഇരുളാകാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അങ്ങനെയാണ് പോകുന്നത്. ബുദ്ധിമുട്ടിലായിരിക്കും പോകുന്നത്. കാരണം എന്ത് ചെയ്യണമെന്നൊരു പിടിയിലായിരിക്കും ഈ പാട്ടും പ്ലേസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് പാടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതാണ് ആകാശം
എവിടെയും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ജോർജ് കുട്ടി ഇത് ടീച്ചറിന്റെ പഴയ ദൃശ്യം മാറി. ദൃശ്യം 2 ദൃശ്യം 3 പരിണാമിക്കുകയാണ് കേട്ടോ. 1, 2, 3 അങ്ങനെ കാണിച്ചത് പറയാണ്. ഇനി 3 നമ്മൾ പറയുമെന്നാണ്. ആന്റണി പെരുമ്പാവൂർ, ജിത്തു ജോസഫ്. സോ മെയ് 21 ലാലേട്ടന്റെ പിറന്നാളോടനുബന്ധിച്ചാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആക്ച്വലി ഏപ്രിൽ 2 റിലീസ് ചെയ്യാനിരുന്നാണ്, ബട്ട് പറ്റിയില്ല. ടെക്നിക്കൽ കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ മാറ്റി മെയ് 21 ലാലേട്ടന്റെ പിറന്നാളോടനുബന്ധിച്ചാണ് ദൃശ്യം 3 റിലീസ് ചെയ്യുന്നത്. അപ്പൊ ദൃശ്യം 2 OTT-ലായിരുന്നു. ദൃശ്യം 3 ട്രെയിലർ തിയേറ്ററിലാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പെക്ടേഷൻ കൂടുതൽ തന്നെയാണ്. കാരണം എന്തായിരിക്കും അല്ലെങ്കിൽ എന്താണ് അത് നമുക്ക് പല ഒരു കോർ ഐഡിയാസും ഉണ്ടായിരിക്കാം. ചിലപ്പം എസ്തർ ഇനി ഒരാളെ പ്രേമിക്കുമായിരിക്കും, അങ്ങനെ അയാളെ ലാലേട്ടൻ കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു കഥകളോ വല്ലവരൊക്കെ. ഇനി ഇത് നമ്മൾ ഊഹിക്കാത്ത വല്ല കഥകളോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ജിത്തു ജോസഫ് ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് മെയ് 21 കണ്ടറിയാൻ പറ്റൂ. അതിന് ഇപ്പോഴേ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാം എക്സ്ട്രാ ഷോസും എല്ലാം ഇപ്പം തന്നെ ആഡ് ആയിട്ടുണ്ട്. ഫാൻ ഷോസ് ഒക്കെ തീർന്നിട്ടുണ്ട്, ടിക്കറ്റൊക്കെ. ആൻഡ് എന്താണ് നടക്കുന്നത്, ജോർജ് കുട്ടി എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ ആഗ്രഹത്തോടെയും വളരെ ആവേശത്തോടെയും കാത്തിരിക്കുകയാണ് മലയാളി ആരാധകർ, മലയാളി പ്രേക്ഷകർ. കാരണം എന്തായിരിക്കും ലാലേട്ടൻ, ജോർജ് കുട്ടി ആ 4ാം ക്ലാസ്സുകാരൻ അടുത്ത് എന്തായിരിക്കും ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്, അടുത്ത് ആരെയായിരിക്കും കുഴിച്ചു മൂടി ഇട്ടിരിക്കുന്നത്, അടുത്ത് എങ്ങനെയായിരിക്കും പോലീസുകാരെ പറ്റിക്കുന്നത്, അടുത്ത് എങ്ങനെയായിരിക്കും ആ ഫാമിലി പ്രഷറിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അടുത്ത് എങ്ങനെയായിരിക്കും നാട്ടുകാരെ കൺവിൻസ് ആക്കുന്നത്, അടുത്ത് എങ്ങനെയായിരിക്കും പ്രേക്ഷകരെ സാറ്റിസ്ഫാക്ഷൻ ആക്കുന്നത്, അടുത്ത് എങ്ങനെയായിരിക്കും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുത്തുന്നതെന്നൊക്കെ ഉള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മെയ് 21 ജിത്തു ജോസഫ് ലാലേട്ടന്റെ ദൃശ്യം 3 നൽകും. അപ്പൊ ഈ ദൃശ്യം 3 ഇപ്പൊ തൽക്കാലത്തേക്ക് വേറൊരു സിനിമയിലും അല്ലെങ്കിൽ വേറൊരു ഭാഷയിലേക്ക് ആ റൈറ്റ് കൊടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത്. ദൃശ്യം 3 തന്നെ ആയിരിക്കും വേറെ ഭാഷകളിലേക്കായിട്ട് ഇറങ്ങും, അല്ലാതെ റീമേക്ക് ആയിട്ട് ഇറക്കില്ല എന്നാണ് ജിത്തു ജോസഫ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് സോഴ്സസും റിപ്പോർട്ട്സുകളും പറയുന്നത്. അത് എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞില്ല. കാരണം അജയ് ദേവഗൺ ഇപ്പോഴേ കറങ്ങി നടക്കുകയാണ് ദൃശ്യം 3 റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈവൻ തെലുങ്കിലും വേറെ എല്ലാ ഭാഷകളിലും റിലീസ് ചെയ്യാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ദൃശ്യമൊക്കെ ഒരുപാട് ഫ്രാഞ്ചൈസികളിൽ ഒരുപാട് ലാംഗ്വേജ്, സ്പാനിഷ് കൊറിയയിൽ അവരെ റിലീസായി, അവിടെയും ഭയങ്കര ഹിറ്റായി, ശ്രീലങ്കയിലൊക്കെ ഹിറ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ ഈ റീസെന്റ് ഒരു ഇന്റർവ്യൂലൊക്കെ. ആൻഡ് ഇനി വരുമോ ഈ സോങ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരു സ്ലോ സോങ് ആണ്, ഒരു ഇമോഷണൽ സോങ് ആണ്, ഒരു ഫാമിലി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ലിറിക്സ് റൈറ്റിംഗ് ഉള്ള ഒരു നല്ലൊരു സോങ് തന്നെയാണ് ഇനി വരുമോ. അപ്പോൾ സിനിമയിൽ ഇത് നല്ലൊരു സ്ഥലമേത്തി തന്നെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ. നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ സോങ്ങിന്റെ ഒരു ആപ്റ്റും കൂടും, ആ ഒരു പ്രേക്ഷകന് കാണുന്ന ഒരു സിറ്റുവേഷനും കൂടും. കാരണം ഒരു പാട്ടെന്ന് പറയുന്ന ഒരു സിനിമയിൽ ഏത് സമയത്ത് പ്ലേസ് ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും പാട്ട് വൈറലാവുന്നത്, അല്ലെങ്കിൽ പാട്ട് ഹിറ്റാവുന്നത്, അല്ലെങ്കിൽ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്ലേസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇനി വരുമോ അപ്പോൾ നന്നായിട്ട് തന്നെ ആ പാട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ മെയ് 21 എന്താണ് വരുമെന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണണം. ഒരുപാട് എക്സ്പെക്ടേഷനിലാണ്, കണ്ടറിയാം എന്താണ് ജോർജ് കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്, ഈവൻ ജിത്തു ജോസഫ് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്.